സില്ലി പോയിന്റ്. മാറഡോണയുടെ കഥയാണ് പറഞ്ഞു തുടങ്ങിയത്. 1982 ലോകകപ്പിന് ശേഷം മാറഡോണ സ്പെയിനിലെ ബാഴ്സലോണ ക്ലബിലെത്തി. ഓരോ കാലത്തും സൂപ്പർ താരങ്ങൾ കളിച്ച ബാഴ്സലോണ, പണ്ട് ഹോളണ്ടിലെ യോഹാൻ ക്രൈഫ് കളിച്ച ബാഴ്സലോണ, അതിനു മുമ്പ് മാന്ത്രികരായ മഗ്യാറുകൾ എന്ന് പേരുണ്ടായിരുന്ന ഹംഗറിയുടെ വമ്പൻ താരങ്ങൾ സാൻഡോർ കോട്സിസും സോൾട്ടൻ സിബോറും കളിച്ച ബാഴ്സലോണയുടെ വാതിലുകൾ മാറഡോണയ്ക്ക് മുന്നിൽ തുറന്നു. 45 കോടിയോളം രൂപ വരുന്ന റെക്കോർഡ് തുകയ്ക്കാണ് ബാഴ്സ മാറഡോണയെ വാങ്ങിച്ചത്. ബൊക്ക ജൂനിയേഴ്സിൽ നിന്ന് മാറഡോണ ബാഴ്സയിലെത്തി. ഇവിടെ മാറഡോണയുടെ എതിരാളികൾ റിവർ പ്ലേറ്റ് എന്ന അർജന്റീനിയൻ ക്ലബ് അല്ല, സാക്ഷാൽ റയൽ മാഡ്രിഡ് ആണ്. ലോകത്തിലെ വമ്പൻ താരങ്ങൾ അവിടെയുണ്ട്. 1983 എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നു. ബാഴ്സ റയലിനെ നേരിടുന്നു. 1983 ജൂൺ 26. സമാസമം നിൽക്കുന്ന ടീമുകൾ. ഒടുവിൽ മാറഡോണയ്ക്ക് കിട്ടുന്ന പന്ത് ഒഴിഞ്ഞ മൈതാനത്തുകൂടി കൊണ്ടുപോയി റയലിന്റെ ഗോളി അഗ്യൂസ്റ്റിനെയും വെട്ടിച്ചു മാറഡോണ. ഇനി ഒന്ന് തട്ടിയാൽ മതി, ആ പന്ത് പോസ്റ്റിൽ പതിക്കും. പക്ഷേ മാറഡോണ ആളൊഴിഞ്ഞ പോസ്റ്റിൽ വെറുതെ അങ്ങ് സ്ലോ ആക്കി. എന്തിനാണ് ഗോളടിക്കാതെ മാറഡോണ ആളൊഴിഞ്ഞ പോസ്റ്റിന് മുന്നിൽ നിന്നത് എന്നതിന് ഇന്നും ഉത്തരമില്ല. പ്രതിഭാശാലികളുടെ പെരുമാറ്റം പലപ്പോഴും ഇങ്ങനെയാണല്ലോ. അപ്പോൾ റയലിന്റെ യുവാൻ ജോസ് ഓടി വന്നു മാറഡോണയുടെ അടി തടയാൻ. യുവാൻ ജോസ് വന്നപ്പോൾ മാറഡോണയുടെ കാൽ ഒരിക്കൽ കൂടി ജീവൻ വെച്ചു. യുവാൻ ജോസിനെയും ഡ്രിബിൾ ചെയ്ത് പന്ത് മാറഡോണ പോസ്റ്റിലേക്ക് തട്ടിയിട്ടു. അങ്ങനെ അന്ന് ആ മഹത്തായ ഗോളിന് മാറഡോണ ബാഴ്സയെ എൽ ക്ലാസിക്കോ ജയിപ്പിച്ചു. പക്ഷേ മാറഡോണയുടെ ബാഴ്സ ജീവിതം അത്രയൊന്നും നീണ്ടുനിന്നില്ല. 36 കളികളിൽ 22 ഗോളുകൾ അന്ന് മാറഡോണ നേടിയിരുന്നു. ഇത്തിരി തല്ലും പിടിയും കശപിശിയുമൊക്കെയായി അക്കാലത്ത്. ഒടുവിൽ മാറഡോണ ഇറ്റലിയിലേക്ക് പോയി. അവിടെ വൻ തുക, എന്നുവെച്ചാൽ ഇന്നത്തെ കണക്കിൽ ഏകദേശം 80 കോടി രൂപ കൊടുത്ത് ഇറ്റലിയിലെ നാപ്പോളി ക്ലബ്ബ് മാറഡോണയെ വാങ്ങിച്ചു. 1984 ജൂലൈ 5 മാറഡോണ ഇറ്റലിയിലെ നേപ്പിൾസിലെത്തി. അക്കാലത്ത് നേപ്പോളി അത്ര ഗംഭീരൻ ക്ലബ്ബൊന്നുമായിരുന്നില്ല. ഇന്റർ മിലാനും AC മിലാനും യുവാന്റസുമൊക്കെ ഇരിക്കുമ്പോൾ നാപ്പോളി വെറും ചെറിയ ടീം. കൊലക്കൊമ്പന്മാർക്ക് പിന്നിൽ നിൽക്കുന്ന തിടമ്പേറ്റാത്ത ഒരാന. മാറഡോണ വരുന്നു. വാർത്ത കേട്ട് നേപ്പിൾസുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ നേപ്പോളിയെ പോലുള്ള ഒരു പാവം പിടിച്ച ക്ലബിലേക്ക് മാറഡോണ വരുമോ? നേപ്പിൾസിലെ സാൻ പോവലോ സ്റ്റേഡിയത്തിൽ മാറഡോണയെ സ്വീകരിക്കാൻ 75,000 പേർ തിങ്ങി നിറഞ്ഞു. നേപ്പിൾസിലെ വീഥികൾ അവർ അലങ്കരിച്ചു. വഴിനീള കമാനങ്ങൾ. പാവപ്പെട്ടവരും പണക്കാരും വഴിയിൽ കാത്തുനിന്നു. ഡേവിഡ് ഗോൾബ്ലാറ്റ് എന്ന സ്പോർട്സ് ലേഖകൻ എഴുതിയത് രക്ഷകൻ വരികയായി എന്നാണ്. ആ ജനസമുദ്രത്തിന്റെ നടുവിലേക്ക് മാറഡോണ വിമാനമിറങ്ങി. 7 ദിനരാത്രങ്ങൾ അവർ ആടിയും പാടിയും ഉത്സവം ആഘോഷിച്ചു. പാട്ടുകാർ തെരുവുകളിൽ പാട്ടരങ്ങുകൾ നടത്തി. ചിത്രകാരന്മാർ തുറന്ന മതിലുകളിൽ മാറഡോണയെ വരച്ചു. ഒരു പ്രാദേശിക പത്രം ഇങ്ങനെ എഴുതി: ഞങ്ങൾ നേപ്പിൾസുകാർ, ഞങ്ങൾക്ക് സ്വന്തമായി മേയറില്ല, വീടുകളില്ല, ബസ്സുകളില്ല, സ്കൂളുമില്ല, പിന്നെ തൊഴിലുമില്ല, ശുചീകരണ സംവിധാനങ്ങളുമില്ല. ഒന്നുമില്ലെങ്കിലെന്ത്, ഞങ്ങൾക്ക് മാറഡോണയുണ്ട്. തന്നെ അകമഴിഞ്ഞ് സ്നേഹിച്ച നാപ്പോളിക്കാർക്ക് വേണ്ടി മാറഡോണ തന്റെ പ്രതിഭ മുഴുവൻ തിരിച്ചു കൊടുത്തു. അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നു പിന്നീട് വന്നത്. ആ ഒരൊറ്റ കളിക്കാരന്റെ തോളിലേറി നാപ്പോളി എന്ന ആ കൊച്ചു ക്ലബ്ബ് ഇറ്റലിയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഒന്നാംകിട ക്ലബ്ബുകളുടെ ലിസ്റ്റിൽ എത്തി. ആ കഥ ഇനി അടുത്ത സില്ലി പോയിന്റുകളിൽ നമുക്ക് കേൾക്കാം. സില്ലി പോയിന്റ്. നിർവഹണം KM നരേന്ദ്രൻ.